എൻ്റെ പൊന്നു മക്കളെ, ഞാനാണെങ്കിൽ നേരെ അമ്മ വീട്ടിലോട്ട് പോവാണേ. പണയെ ചെന്ന് നേരെ അങ്ങോട്ട് ഇറങ്ങി അവിടോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ പണ്ട് ഇവിടെ വന്ന് നിന്ന് ഓർമ്മയും അങ്ങനെ എല്ലാം നമുക്കിങ്ങനെ വരും. എന്തായാലും അമ്മയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അമ്മ വീട്ടിൽ പോകാതിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. നേരെ അമ്മയുടെ വീട്ടിൽ ചെന്ന് അവിടെ കുറേ പിള്ളേർ നിന്ന് കളിക്കുമായിരുന്നേ. അവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കല്യാണി എന്നെ കണ്ടുകൊണ്ട് ഭയങ്കര ചിരി. അമ്പാടിയെ ഞാനൊന്ന് പേടിപ്പിച്ചു. മാമി പിന്നെ കുളിച്ചിട്ട് വന്നുള്ള ആക്ഷനാണ് കാണിക്കുന്നതെല്ലാം. അത് കഴിഞ്ഞ് നേരെ സോനും അമ്പാടിയും കൂടെ സൈക്കിൾ ചവിട്ടാൻ പോവാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം പിള്ളേർ സെറ്റാണല്ലോ. ഇവിടെ എല്ലായിടും അപ്പുറം ഇപ്പുറം പിള്ളേരും വൈകുന്നേരം എല്ലാവരും കൂടെ ഒത്തുകൂടലും കളിയും ചിരി എല്ലാമാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ അടുത്തൊന്നും പിള്ളേരില്ല. മാമി ചെന്നപ്പോഴേ ചോറൊക്കെ തന്ന് അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് കളിയും ചിരിയായി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി. കാരണം അപ്പുറത്തൂടെ കയറിയില്ലെങ്കിൽ പിന്നെ അവർക്കും പരാതിയായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞു. അപ്പം നന്ദു വരുന്നില്ല. നന്ദുവിന് അവിടെ വിട്ട് വരാൻ ഒരു താല്പര്യമേ ഇല്ലായിരുന്നു. പിള്ളേരും കളിയും ചിരിയും എല്ലാം ആയപ്പോഴത്തേക്ക് അവിടെ നിന്നാൽ മതി എന്നായിരുന്നു. അങ്ങനെ മാമി ഹെൽമെറ്റൊക്കെ എടുത്തോണ്ട് തന്ന്. അപ്പം ഇത്രയേ ഉള്ളൂ. ബായ്.